ഞാൻ മിനി. വെൽക്കം ടു മിനിസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് KFC ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ KFC ചിക്കൻ ഫ്രൈ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ ഈസി മെത്തേഡിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ സാധിക്കും. നമ്മൾക്ക് ഇപ്പം KFCയിലൊക്കെ പോയി കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല തുക കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് 1 കിലോ ചിക്കൻ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും മിനിസ് ലൈഫ് സ്റ്റൈൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് KFC ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. KFC ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: കോഴിയിറച്ചി, ബ്രെഡ് ക്രംസ്, മൈദ, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ലെമൺ ജ്യൂസ്, കോൺഫ്ലോർ, 2 മുട്ട, 1 കപ്പ് പാല്, 1 കപ്പ് ഓട്സ്. ഇത്രയുമാണ് KFC ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ. ഇനി നല്ലതുപോലെ വൃത്തിയാക്കിയ ചിക്കൻ 2, 4, 6 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പീസ് നോക്കി, ഇച്ചിരി വലിയ പീസ് നോക്കി. എല്ലാ പീസും ചെയ്യാം, പക്ഷേ കാണാനൊരു രസം വലുത് എടുക്കുന്നതാണ്. അപ്പം നമ്മൾ നല്ലതുപോലെ ചിക്കനൊക്കെ കഴിയുമ്പോൾ സ്വല്പം നേരം വിനാഗിരിയിലൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം നല്ലതുപോലെ ഫോർക്ക് വെച്ച് കുത്തണം അതിൻ്റെ ഉള്ളിൽ വരെ, എങ്കിലേ അതിൻ്റെ മസാല ചെല്ലുള്ളൂ. എങ്കിലേ മസാലയൊക്കെ ഉള്ളിൽ പിടിക്കുകയുള്ളൂ. എല്ലാ പീസും ഇതേപോലെ ആക്കി വയ്ക്കണം. ചിക്കനിലോട്ട് 1 സ്പൂൺ മുളക് പൊടി, എരിവൊക്കെ അവരുടെ ഇഷ്ടം പോലെ ഇടുക. സ്വല്പം കൂടി ഇടുന്നുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അല്ലാതെ വേറെ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു മസാല ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ഈ മസാല ഞാൻ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് മാർക്കറ്റിൽ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. എല്ലാ സാധനവും അതിനകത്ത് കിട്ടും. അപ്പം നമ്മൾ വെറുതെ മറ്റുള്ള പൊടികളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ് ഇതിന്. നാരങ്ങ നീര്, 1/2 മുറി നാരങ്ങയുടെ നീരാണിത്. ആവശ്യത്തിന് ഉപ്പ്. നല്ലതുപോലെ മസാല എല്ലായിടും പിടിക്കത്തക്ക രീതിയിൽ പിടിച്ചിട്ട് എത്ര നേരം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും ടേസ്റ്റായിരിക്കും. മസാല എല്ലാം നല്ലതുപോലെ എല്ലായിടും തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ എത്ര നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും ടേസ്റ്റായിരിക്കും. എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് ചേർക്കാം, കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. നമുക്ക് ഇച്ചിരി എരിവൊക്കെ ആവശ്യമാണ്. മലയാളീസിന് ഇച്ചിരി എരിവൊക്കെ വേണം. എല്ലായിടത്തും നല്ലതുപോലെ തിരുമ്മി പിടിപ്പിക്കണം. എത്ര നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാമോ അത്രയും നല്ലതാണ്, ടേസ്റ്റായിരിക്കും. നല്ലതുപോലെ ഫോർക്ക് വെച്ച് കുത്തണം അതിൻ്റെ ഉള്ളിൽ വരെ, എങ്കിലേ അതിൻ്റെ മസാല ചെല്ലുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം, ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. നമുക്ക് അപ്പോഴത്തേക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഒരു 3 സ്പൂൺ മൈദ, 2 സ്പൂൺ കോൺഫ്ലോർ, 2 ബ്രെഡ് പൊടിച്ചത്, ബ്രെഡ് ക്രംസ്. മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചതാണിത്. അതിലോട്ട് സ്വല്പം കുരുമുളകും കൂടെ, ഒരു 1/4 ടീസ്പൂൺ മുളക്. തുടക്കം മുതൽ ഒരു എരിവ് വേണമല്ലോ. 1/4 ടീസ്പൂൺ മസാലപ്പൊടി, സ്വല്പം ഉപ്പ്. അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ്, മുട്ട പൊട്ടിച്ച് വയ്ക്കുക. 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് പൊട്ടിക്കുക.
അതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പാലും കൂടെ ചേർക്കാം. 6 പീസ് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ ഉണ്ടായിരിക്കണം. ഈ പാലങ്ങ് ഒഴിച്ചേക്കാം. അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പാണ്, പിന്നെ 1 കപ്പ് ഓട്സും കൂടെ വേണം. അത് ഈ പാത്രത്തിൽ ഇടുകയാണ്. കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പൊടിക്കണം. അതിന് മിക്സിയിലൊന്നും ഇട്ട് പൊടിച്ച് കളയരുത്. മതി. ഓട്സ് അല്ലെങ്കിൽ കോൺഫ്ലെക്സ് ഇതേത് ഉപയോഗിച്ചാലും മതി. ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മുടെ ഈ കൂട്ടിലിട്ട് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ 2 കൈയും ഒരേപോലെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അതിനുശേഷം മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. നല്ലോണം ഒന്ന് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് വേണം മുട്ടയിലേക്ക് ഇടാൻ. ഒന്നും കൂടെ ഈ പൊടിയിലേക്ക് ഇടുക. ക്രിസ്പിയായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. തട്ടിക്കളഞ്ഞതിന് ശേഷം ഒന്നുകൂടെ മുട്ടയിലെ ബാറ്ററിനകത്തോട്ട് ഇട്ടിട്ട് ഓട്സിനകത്ത് കവർ ചെയ്ത് എടുക്കണം. പൊടി നല്ലതുപോലെ തട്ടിക്കളഞ്ഞിട്ട് ഒന്നുകൂടെ മുക്കുക. എല്ലാ പീസും ഇതേപോലെ ചെയ്ത് വയ്ക്കണം. നമ്മളിതെല്ലാം ഓട്സിനകത്ത് മുക്കി സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ നേരം വെച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. അരമണിക്കൂർ നേരം കഴിഞ്ഞു. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഗ്യാസ് കത്തിക്കാം. നല്ലതുപോലെ എണ്ണ വേണം. നമുക്കിനി വറുത്തെടുക്കാം. തീ കൂട്ടിയിട്ട് ആദ്യം സ്വല്പം തീ ഇട്ടിരിക്കുക. പിന്നെ ഇത് തീ കൂട്ടിയിട്ട് ചെയ്യാൻ പാടില്ല. വളരെ തീ കുറച്ചും കൂട്ടിയും വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം ഇതെടുക്കും വേവാനായിട്ട്. എങ്കിലേ ചിക്കൻ്റെ അകത്തോട്ട് വേവുകയുള്ളൂ. അല്ലെങ്കിൽ പുറമേ ഇതെല്ലാം നല്ല കറുത്തിരിക്കും, അകം ഒട്ടും വേവുകയില്ല. അപ്പോൾ ഒട്ടും രസം കാണത്തില്ല. അതുകൊണ്ട് തീ കുറച്ചിട്ട് വേവിക്കാം, അടച്ചു വയ്ക്കുക. തിരിച്ചിടാം. അത് റെഡി ആയിട്ടുണ്ട്. നമ്മളത് തീ കുറച്ച് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു 20 മിനിറ്റോളം ഇത് കിടന്ന് വേണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് വേണം ചെയ്യാൻ. നമുക്കെടുക്കാം. 20 മിനിറ്റോളമായി. വറുത്തൂരി എടുത്തതാണിത്. ബാക്കിയും അതേപോലെ വറുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള KFC ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വരണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ മിനീസ് ലൈഫ് സ്റ്റൈൽ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് തരണം. നന്ദി, നമസ്കാരം.